വെൽക്കം ടു ഓൾ. ഇപ്പോൾ എയർഫോഴ്സ് എക്സ് എന്ന കാറ്റഗറിയിലെ പ്രീവിയസ് ഇയർ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ 25 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് മാത്സിൽ വരുന്നതല്ലേ. 25 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് എത്ര ടൈം കിട്ടും? ഒരു 25 to 30 മിനിറ്റ്സ് മാത്രമേ നമുക്ക് ചിലവഴിക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. കാരണം അവിടെ വെച്ചിട്ട് അത് ആദ്യം ഒരു ക്വസ്റ്റ്യൻ കാണുന്ന പോലെ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. സോ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എക്സാമിന് പോകാൻ പാടുള്ളൂ. അതുപോലെ ഓരോ ചാപ്റ്ററിൻ്റെയും കോൺസെപ്റ്റും അതുപോലെ എന്താണ് അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, അത് കൂടാതെ ഒരുപാട് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 1 മാർക്കാണ് ഒരു ക്വസ്റ്റിന് വരുന്നത്. അതുപോലെ നെഗറ്റീവ് മാർക്കും ഉണ്ട്. ഓക്കെ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ എഴുതാൻ പാടില്ല അവിടെ പോയിട്ട്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 എയർഫോഴ്സ് എക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി, ബാക്കി കൂടി ഞാൻ ചെയ്തുതരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു 6 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, കുറച്ചൊരു ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻ ദ സെൻസ് അവർ കുറച്ച് നമ്മൾ ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണത്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് if sin തീറ്റ പ്ലസ് കോസിക് തീറ്റ ഈക്വൽ 2 ആണെങ്കിൽ കാണാൻ പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്താണെന്നുള്ളതാണ്. ഇവിടെ സൈൻ 2 തീറ്റ അല്ല, സൈൻ സ്ക്വയർ തീറ്റയാണ്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക് സ്ക്വയർ തീറ്റയാണ് നമുക്കിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ആബ്സല്യൂട്ട് വാല്യൂ ആണ്. രണ്ടു പേരെ അപ്പുറത്തും ഇപ്പുറത്തിട്ടിരിക്കുന്നത്. അത് ആബ്സല്യൂട്ട് വാല്യൂ ആണ് നമുക്കിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? സോ കോസിക് തീറ്റ പറഞ്ഞതാണ്. കോസിക് തീറ്റ പറഞ്ഞാല് 1 ബൈ സൈൻ തീറ്റ അല്ലേ, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അതുപോലെ സീക് തീറ്റ പറഞ്ഞാൽ 1 ബൈ കോസ് തീറ്റ ആണ്. അതുപോലെ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ ടാൻ തീറ്റ ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ കോസിക് തീറ്റ പറയുന്നത് 1 ബൈ സൈൻ തീറ്റ ആണ്. സോ സൈൻ തീറ്റ പ്ലസ് കോസിക് തീറ്റ ഈക്വൽ 2 എന്നുള്ളത് ഞാൻ മാറ്റി എഴുതുന്നുണ്ട്. സൈൻ തീറ്റ പ്ലസ് കോസിക് തീറ്റയ്ക്ക് വരും 1 ബൈ സൈൻ തീറ്റ ഈക്വൽ ടു 2 വന്നു. ഇപ്പം ഇതെന്തായി? ഇതിനെ എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് ആഡ് ചെയ്യാം. സോ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഡിവൈഡ് ബൈ സൈൻ തീറ്റ എന്ന് പറയുന്നത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽ ടു 2 സൈൻ തീറ്റ വരും. ഈ സൈൻ തീറ്റ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഈ 2 സൈൻ തീറ്റിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ദാറ്റ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ. അതെന്തിനാന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും. സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2 സൈൻ തീറ്റ പ്ലസ് 1 ഈക്വൽ ടു 0 വന്നു. ഓക്കെ, ഈ ഒരു സാധനം കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതായത് ഇതൊരു സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതായത് സൈൻ തീറ്റയ്ക്ക് വരെ ഞാൻ എക്സ് ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0 വരും, അല്ലേ? അതായത് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 വന്നു. ഓക്കെ, ഇവിടെ എക്സ് എന്നുള്ള ടൈം എന്താ? എക്സ് ഈക്വൽ ടു സൈൻ തീറ്റയാണ്. ഓക്കെ, ഇവിടെ എക്സിന്റെ വാല്യൂ എന്ത് വരും? എക്സ് സ്ക്വയർ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് 1 വരും, അല്ലേ? എക്സിന്റെ വാല്യൂ നമുക്ക് വരുന്നത് പ്ലസ് ഓർ മൈനസ് 1 ആണ്. ഇവിടെ പ്ലസ് ഓർ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഫൈനലി കിട്ടേണ്ട ആൻസർ ആബ്സല്യൂട്ടിലാണ്. സോ ഞാനിവിടെ എടുക്കുന്നത് പ്ലസ് വാല്യൂ മാത്രമാണ്. ഓക്കെ, സോ ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് ഇനി ഐഡന്റിഫൈ ചെയ്യേണ്ടത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസിക് സ്ക്വയർ തീറ്റ എന്താണെന്നുള്ള കാര്യമാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, സൈൻ സ്ക്വയർ തീറ്റ എന്ത് വരും? 1 സ്ക്വയർ വരും. അതുപോലെ കോസിക് സ്ക്വയർ തീറ്റ എന്നുള്ളത് 1 ബൈ 1 സ്ക്വയർ വരും. കോസിക് സ്ക്വയർ തീറ്റ എന്ന് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റയാണ്. സോ ആൻസർ വരുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ബൈ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്താണെന്നുള്ളതാണ്. സോ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡ് ബൈ 1 സ്ക്വയർ ഈക്വൽ ടു എത്ര വരും? 1 പ്ലസ് 1 2 ആൻസർ വരും, അല്ലേ? സോ ഇതിന്റെ ആൻസർ വരുന്നത് 2 ആണ്. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ആൻസർ കണ്ടെത്താൻ പറ്റും. സോ നിങ്ങളിത് മാക്സിമം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ നമുക്ക് എക്സാമിനേഷൻ ഹാളിൽ ഇങ്ങനത്തെ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ പോയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുന്നെങ്കിൽ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ മാക്സിമം ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും ഓരോ സെക്ഷൻ വൈസ് ഓരോ ടോപ്പിക് വൈസുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്നും പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം.
സോ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ജി പിനെ ബേസ് ചെയ്തിട്ടാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വരുന്നത്. സോ ഇഫ് ദ ഫോർത്ത്, സെവൻത്ത് ആൻഡ് 10th ടേംസ് ഓഫ് ജി പി ബി എ ബി സി റെസ്പെക്റ്റീവ്ലി, ദെൻ ദ റിലേഷൻ ബിറ്റ്വീൻ എ ബി സി ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ജി പിന്റെ 4ാമത്തെയും 7ാമത്തെയും അതുപോലെ 10ാമത്തെ ടേംസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ എ ബി സി എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ എ ബി സി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ള കാര്യമാണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ അതിൽ തന്നിരിക്കുന്ന ആൻസേഴ്സ് നോക്കി ഒന്ന്. ബി ഈക്വൽ എ പ്ലസ് സി ഡിവൈഡ് ബൈ 2 തന്നിട്ടുണ്ട്. അതുപോലെ 2 എന്നുള്ളത് എ സ്ക്വയർ ഈക്വൽ ടു ബി സി തന്നിട്ടുണ്ട്. ബി സ്ക്വയർ ഈക്വൽ ടു എ സി തന്നിട്ടുണ്ട്. സി സ്ക്വയർ ഈക്വൽ ടു എ ബി തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇൻ ടേംസ് ഓഫ് എ ബി സി ആണ് തന്നിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ഫൈനൽ ആൻസറിലോട്ട് നമുക്ക് ഇതിനെ എത്തിക്കാനുണ്ടല്ലേ. സോ അതിനായിട്ട് നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്ന നോക്കാം. സോ ഒരു nth ടേം ഓഫ് ജി പിന്റെ ഒരു nth ടേം കാണുന്ന ഇക്വേഷൻ എന്താ? ടി എൻ എന്ന് പറയുന്നത് എ ഇൻറ്റു ആർ റേസ് ടു എൻ മൈനസ് 1 ആണ്. അപ്പൊ ടി എൻ ആണ് nth ടേം എന്ന് പറയുന്നത്. അതുപോലെ എ എന്നുള്ളത് ഫസ്റ്റ് ടേം ആണ്. ആർ എന്നുള്ളത് കോമൺ റേഷ്യോ ആണ്, കോമൺ ഫാക്ടർ ആണ്. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം നോക്കാം. സോ ഫോർത്ത് ടേം T4 എന്നുള്ളത് എ ഇൻറ്റു ആർ റേസ് ടു 4 മൈനസ് 1 വരും അല്ലേ. സോ ദാറ്റ് ഈക്വൽ ടു ആർ റേസ് ടു 3 വരും T4 എന്നുള്ളത്. അതുപോലെ നമുക്ക് T6, T7ഉം T10 എഴുതി വയ്ക്കാം. സോ T7 എന്ന് പറയുന്നത് എ റേസ് ടു ആർ റേസ് എ ഇൻറ്റു ആർ റേസ് ടു 6 വരും. എ ഇൻറ്റു ആർ റേസ് ടു 6 വന്നു. അതുപോലെ T10 എന്ന് പറയുന്നത് എ ഇൻറ്റു ആർ റേസ് ടു 9 വന്നു. ദാറ്റ് ഈക്വൽ ടു എ ആണ്, ദാറ്റ് ഈക്വൽ ടു ബി ആണ്, ദാറ്റ് ഈക്വൽ ടു സി ആണ്. നമുക്ക് എനും ബിനെ സിനെ ഇൻ ടേംസ് ഓഫ് എയിലും ആറിലും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ തമ്മിലുള്ള എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമുക്കിനി അടുത്തതായിട്ട് ഇവിടെ ബിൽഡ് ചെയ്യാനുള്ളത് അല്ലേ. സോ എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് എ പാടില്ല, അതുപോലെ ആറും ക്യാപിറ്റൽ എയും പാടില്ല, അതുപോലെ സ്മോൾ ആറും അവിടെ പാടില്ല. സോ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടെന്നുള്ള കാര്യം നോക്കാം. സോ എ ആർ ക്യൂബ് ഈക്വൽ ടു നമുക്കിവിടെ സ്മോൾ എന്നുണ്ട്. സോ അവിടെ നിന്ന് നമുക്ക് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിക്കൂടെ. എ ഈക്വൽ ടു എ ബൈ ആർ ക്യൂബ് ആണ്. കാരണം എ എന്നുള്ള ടേംസ് എല്ലായിടത്തും വരുന്നുണ്ട്. T4 വരുന്നുണ്ട്, അതുപോലെ T7 വരുന്നുണ്ട്, T10 വരുന്നുണ്ട്. ഇതിന് നമുക്ക് എനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എ ബൈ ആർ ക്യൂബ് എന്നുള്ള കാര്യം എഴുതാൻ പറ്റും. സോ എ ഈക്വൽ ടു ക്യാപിറ്റൽ എ ഇരിക്കും, എ ഈക്വൽ ടു സ്മോൾ എ ഡിവൈഡ് ബൈ ആർ ക്യൂബ് എന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അടുത്തായിട്ട് വരുന്നത് ബി എന്താ പറഞ്ഞിരിക്കുന്നത്? ബി ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു 6 ആണ് അല്ലേ. ക്യാപിറ്റൽ എ ഇൻറ്റു ആർ റേസ് ടു 6 ആണ്. സോ ഞാനിവിടെ എനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സ്മോൾ എ ഡിവൈഡ് ബൈ ആർ ക്യൂബ് എന്ന് എഴുതുന്നുണ്ട്. സ്മോൾ എ ഡിവൈഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു ആർ റേസ് ടു 6 വന്നു. അപ്പോൾ ആർ ക്യൂബും ആർ റേസ് ടു 6 ആ ഒരു ആർ ക്യൂബും വെട്ടിപ്പോയി, എന്നിട്ട് ബാക്കി വന്ന് ആർ ക്യൂബ് വന്നിട്ട്. സോ ബി ഈക്വൽ ടു എ ഇൻറ്റു ആർ ക്യൂബ് നമുക്ക് ബി കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഞാൻ ഈ ഒരു പോർഷൻ വായിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിവിടെ എ കിട്ടിയിരിക്കുന്നത് എ ബൈ ആർ ക്യൂബ് കിട്ടി. അതുപോലെ ബി എന്നുള്ളത് എ എന്നുള്ളത് ക്യാപിറ്റൽ എ ഇൻറ്റു ആർ ക്യൂബ് കിട്ടി. അതിനെ മാറ്റിക്കൊണ്ട് എ ഈക്വൽ ടു ക്യാപിറ്റൽ എ ഈക്വൽ എ ബൈ ഡിവൈഡ് ബൈ ആർ ക്യൂബ് എഴുതി. അത് വെച്ചുകൊണ്ട് നമുക്ക് ബിനെ ഇൻ ടേംസ് ഓഫ് എ സ്മോൾ എയിലും അതുപോലെ ആർ ക്യൂബിലും എഴുതിയിട്ടുണ്ട്. നമുക്ക് അവിടെ ക്യാപിറ്റൽ എനെ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. സോ അടുത്തായിട്ട് കാണാനുള്ളത് സി ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു 9 ആണ്. അവിടെ ഞാൻ എനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് എങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത്? സ്മോൾ എ ഡിവൈഡ് ബൈ ആർ ക്യൂബ് ഉണ്ട് ഇൻറ്റു ആർ റേസ് ടു 9 ആണ്. ആർ റേസ് ടു 9 ആണ്. സോ ആർ ക്യൂബും ആർ റേസ് ടു 9 പോയിട്ട് ആർ റേസ് ടു 6 വന്നു. ദാറ്റ് ഈക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു ആർ റേസ് ടു 6 ആണ് വരുന്നത്. സോ നമുക്ക് ബി ഈക്വൽ ടു എ ഇൻറ്റു ആർ ക്യൂബ് എന്നുള്ള സാധനത്തിൽ നമുക്ക് ആർ ക്യൂബ് എഴുതിയെടുക്കാൻ പറ്റില്ല. കാരണം ബി ഉണ്ട്, എ ഉണ്ട്, ബാക്കി വരുന്ന ടൈം ആർ ക്യൂബ് മാത്രമാണ്. സോ ആർ ക്യൂബ് നമുക്ക് ഇൻ ടേംസ് ഓഫ് ബിയിൽ എഴുതാൻ പറ്റും. ആർ ക്യൂബ് ഈക്വൽ ടു ബി ഡിവൈഡ് ബൈ എ ആണ് അല്ലേ. സോ നമുക്കവിടെ ആർ ക്യൂബ് എന്നുള്ള ടൈമും കൂടി അവിടെ എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട്. സോ നമുക്ക് ഇനി ഇവിടെ വന്നിരിക്കുന്ന ആർ റേസ് ടു 6നെ ആർ ക്യൂബിന്റെ ടൈമിലോട്ട് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. സോ അതിനായിട്ട് എന്ത് ചെയ്യണം? ആർ ക്യൂബാണ് തന്നിരിക്കുന്നത്, നമുക്ക് വീട്ടിലുള്ളത് ഇവിടെ ആർ റേസ് ടു 6 ആണ്. സോ അതിനെ ആർ ക്യൂബിനെ സ്ക്വയർ ചെയ്ത് നമുക്ക് ആർ റേസ് ടു 6 കിട്ടും. ദാറ്റ് ഈക്വൽ ടു എക്സ് റേസ് ടു എം ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം എൻ അല്ലേ. എക്സ് റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം എൻ ആണ്. സോ ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആർ റേസ് ടു 6 എന്നുള്ളത് ആർ ക്യൂബ് റേസ് ടു സ്ക്വയർ ഇവിടെ എഴുതാൻ പറ്റും. ദാറ്റ് ഈക്വൽ ടു ആർ റേസ് ടു 6 എന്ന് പറയുന്നത് ബി ഡിവൈഡ് ബൈ എ ഓൾ റേസ് ടു സ്ക്വയർ വന്നു. ദാറ്റ് ഈക്വൽ ടു എ ഇൻറ്റു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ വന്നു. സോ എയും
ഈ ഒരു സ്ക്വയർ ഇവിടെ വെട്ടിപ്പോയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഫൈനലി വരുന്നത് സി ഈക്വൽ ടു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ ആണ്. സി ഈക്വൽ ടു ബി സ്ക്വയർ ഡിവൈഡ് ബൈ എ വന്നു. സോ ഫൈനൽ ആൻസർ ഈക്വൽ ടു ബി സ്ക്വയർ എന്നുള്ളത് എ സി ആണ്. അങ്ങനെ ഒരു സാധനം ഇവിടെ കിടക്കുന്നുണ്ടല്ലേ. ബി സ്ക്വയർ ഈക്വൽ ടു എ സി എന്നുള്ളത് മൂന്നാമത്തെ ആൻസർ ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മളൊരു ഇതിന്റെ ആൻസറിലേക്ക് എത്തുന്നത്. കാരണം ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു സമയത്ത് 1 മിനിറ്റോ 2 മിനിറ്റോ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റുള്ളൂ അല്ലേ. ഓക്കെ, ഈ ഒരു കാര്യം ക്ലിയർ ആവുമെന്ന് കരുതുന്നു. ഓക്കെ, അടുത്തൊരു ഇന്റഗ്രേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഇന്റഗ്രൽ ഓഫ് കോസ് 2x ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് എന്താണെന്നാണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾ ട്രിഗണോമെട്രി പഠിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. കോസ് 2x എന്താണെന്നും സൈൻ 2x എന്താണെന്നും ഇതിൻ്റെയൊക്കെ ഇലാബറേറ്റ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ബൈ ഹാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻസ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നതിന് ഒന്ന് പോയി ചെക്ക് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, എന്തായാലും അത് ബൈ ഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. സോ കോസ് 2x എന്ന് പറഞ്ഞാൽ എന്താ? കോസ് 2x എന്നുള്ളത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണല്ലേ. അല്ലേ, ഈ കാര്യം പഠിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ സൈൻ 2x എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 2x എന്നുള്ളത് 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ? 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്ക് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. അതായത് കോസ് 2x നമുക്ക് ഇങ്ങനെ എഴുതാം, 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ബാക്കി ടാൻ 2xന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? ടാൻ 2x ഈക്വൽ എന്താ വരുന്നത്? 2 ടാൻ എക്സ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. ഇങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ, വേറെ ഓപ്ഷനും ഇല്ല നമുക്ക്. ഓക്കെ, നമുക്ക് ഇതിൽ വേണ്ടത് കോസ് 2xന്റെ ഇക്വേഷൻ മാത്രമാണ്. കാരണം അടിയിലോട്ട് നോക്കി കഴിഞ്ഞാൽ കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് എന്ന ടൈം വരുന്നത്. അപ്പോൾ നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് ആൻസറിലേക്ക് എത്താൻ എളുപ്പമല്ലേ. നമുക്ക് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ കോംപ്ലിക്കേഷനിലോട്ടാണ് പോകുന്നത്. സോ നമ്മൾ ആ ഒരു കാര്യം ഇവിടെ എടുക്കുന്നില്ല, നമുക്ക് ഈ ഒരു കാര്യം മാത്രം ഇവിടെ എടുത്താൽ മതി. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതുന്നുണ്ട്. സോ കോസ് 2xനെ കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഹോൾ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ആണ്. ഓക്കെ, ഇപ്പം ഇങ്ങനൊരു ഇൻ്റഗ്രൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കൂടെ? അത് കോസ് സ്ക്വയർ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എഴുതാൻ പറ്റും. സോ ഇൻ്റഗ്രൽ ഓഫ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ എക്സ് സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ആണ് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എഴുതുമ്പോൾ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്ത് വെട്ടിപ്പോകും? കോസ് സ്ക്വയർ എക്സും കോസ് സ്ക്വയർ എക്സും വെട്ടിപ്പോയി. അതുപോലെ സൈൻ സ്ക്വയർ എക്സും സൈൻ സ്ക്വയർ എക്സും വെട്ടിപ്പോയി. ബാക്കി എന്തൊക്കെ വരുന്നത്? ഇൻ്റഗ്രൽ 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് വന്നു. അതുപോലെ ഇൻ്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് വന്നു അല്ലേ. കുറച്ചും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് സാധനം കിട്ടിയില്ലേ. സോ 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്താ? കോസിക് സ്ക്വയർ എക്സ് ആണ്. ദാറ്റ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കോസിക് സ്ക്വയർ എക്സ് ഡി എക്സ് വന്നു മൈനസ് ഇൻ്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്നുള്ളത് സീക് സ്ക്വയർ എക്സ് ആണ്. സീക് സ്ക്വയർ എക്സ് ഡി എക്സ് വന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഡയറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിക്കൂടെ? അതായത് ഇന്റഗ്രൽ കോസിക് സ്ക്വയർ എക്സ് എന്നുള്ളത് മൈനസ് കോട്ട് എക്സ് ആണ് അല്ലെ. ഈ കാര്യങ്ങൾ കാണാപ്പാടം പഠിച്ചേ പറ്റുള്ളൂ. ഇപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുത്തിരിക്കാം. എന്തൊക്കെയാണ് നിങ്ങൾ ഇന്റഗ്രേഷൻ പാർട്ടിൽ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, ബാക്കി ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് എന്നുള്ളത് എന്താ? മൈനസ് ടാൻ എക്സ് ആണ്. സോ മൈനസ് കോട്ട് എക്സ് പ്ലസ് സി വന്നു. അതുപോലെ സീക് സ്ക്വയർ എക്സ് എന്നുള്ളത് മൈനസ് ടാൻ എക്സ് പ്ലസ് സി വന്നു. ഓക്കെ, സീക് സ്ക്വയർ എക്സിന്റെ കാര്യത്തിൽ പറഞ്ഞു തെറ്റുണ്ട്. സീക് സ്ക്വയർ എക്സ് ഇന്റഗ്രൽ സീക് സ്ക്വയർ എക്സ് എന്നുള്ളത് ടാൻ എക്സ് ആണ്, മൈനസ് ടാൻ എക്സ് അല്ല. ഓക്കെ, സോ നമുക്ക് ഫൈനൽ ആൻസർ വരുന്നത് മൈനസ് കോട്ട് എക്സ് പ്ലസ് അല്ല മൈനസ് ടാൻ എക്സ് പ്ലസ് സി വന്നു. സോ ആൻസർ ഈക്വൽ ടു മൈനസ് കോട്ട് എക്സ് മൈനസ് ടാൻ എക്സ് പ്ലസ് സി ആണ്. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക്
ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമുക്ക് ഇന്റഗ്രേഷനിൽ ചോദിക്കുന്നത്. നമുക്ക് ആ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പ്രൈമറി ഒബ്ജക്റ്റീവ് വരുന്നത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ അടുത്ത വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടുന്ന, എല്ലാവർക്കും ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു 20. അതായത് എക്സ് പ്ലസ് വൈ ഓൾ റേസ് ടു 20 ആട്ടോ, ഇൻറ്റു 20 അല്ല, ഓൾ റേസ് ടു 20 ആണ്. ഇതൊരു ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. അപ്പോൾ അതിന്റെ നമ്പർ ഓഫ് ടേംസ് ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോ ബൈനോമിയൽ ടേംസിന്റെ നമ്പർ ഓഫ് എക്സ്പാൻഷൻ എങ്ങനെയാണ്? n+1 ആണ്. ഓക്കെ, n എന്നുള്ള ഇവിടെ 20 ആണ്. അപ്പോൾ n+1 എന്നുള്ളത് 21 ആണ്. സിമ്പിളായിട്ട് നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്സിൽ വരാം. സോ അവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഓരോ ചാപ്റ്ററിലും നിങ്ങൾ അതിന്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. അതുപോലെ സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നാൽ അവിടെ എന്താണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടേണ്ടതല്ല, മാർക്ക് കളയേണ്ട ആവശ്യമില്ല. സോ ഒരു സിമ്പിളായിട്ട് ആ ഒരു ഓരോ ചാപ്റ്ററിലെ കൺസെപ്റ്റും എന്താണെന്ന് കൊടുത്തിരിക്കുന്ന കാര്യം അറ്റ്ലീസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് അടുത്ത് വരുന്നത് മെട്രിക്സ് ആണ്. സോ മെട്രിക്സിൽ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ഓക്കെ, സോ മെട്രിക്സിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഒരു 2/2 മെട്രിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. a = 2, 5, -11, 7 എന്നുള്ള ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിന്റെ അഡ്ജോയിന്റും ട്രാൻസ്പോസും ആണ് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഇവിടെ അഡ്ജോയിന്റും അതുപോലെ ട്രാൻസ്പോസും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില സമയത്ത് നിങ്ങൾ ട്രാൻസ്പോസ് എന്നുള്ള എഴുതിയ കാരണം ശ്രദ്ധിക്കണമെന്നില്ല. ഓക്കെ, നമ്മൾ മുകളിലൊരു ട്രാൻസ്പോസിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ട്രാൻസ്പോസ് കാണുന്നില്ല. അങ്ങനെ കാണാതെ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ മൊത്തം തെറ്റും. സോ നിങ്ങൾ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ എന്തായാലും വായിച്ചിരിക്കണം. സോ എ എന്ന് പറയുന്നത് എന്താ? a = 2, 5, -11, 7 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അഡ്ജോയിന്റ് ആദ്യം കാണണം, എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസും കാണണം. സോ അഡ്ജോയിന്റ് എങ്ങനെയാണ്? ഇപ്പോൾ a = സ്മോൾ a b c d എന്നുള്ളൊരു മെട്രിക്സ് ആണെങ്കിൽ ഇതിന്റെ അഡ്ജോയിന്റ് കാണാനായിട്ട് അഡ്ജ് എന്നുള്ളത് നമ്മൾ ഈ എലമെന്റ് അങ്ങോട്ടും കൊണ്ട് ഇന്റർചേഞ്ച് ചെയ്യും. എന്നിട്ട് ഇതിന്റെ സൈന് മാറ്റും. അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈക്വൽ ടു d - b - c ആൻഡ് a. ഇതായിരിക്കും a എന്നുള്ള 2/2 മെട്രിക്സിന്റെ അഡ്ജോയിന്റ് വരുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു മെട്രിക്സ് എങ്ങനെ എഴുതാൻ പറ്റും? അഡ്ജോയിന്റ് a എന്നുള്ളത് 7 - 5 11 2 അതായിരിക്കും a എന്നുള്ള മെട്രിക്സിന്റെ അഡ്ജോയിന്റ് വരുന്നത്. ഇനി നമുക്ക് എന്താണ് കാണുള്ളത്? ഇതിന്റെ ട്രാൻസ്പോസ് ആണ് അടുത്തായിട്ട് കാണാനുള്ളത്. സോ ട്രാൻസ്പോസും 2/2 മെട്രിക്സിന്റെ ട്രാൻസ്പോസും കാണാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഇതിന്റെ ഈ ഒരു എലമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. സോ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 7 2 അവിടെ തന്നെ കിടക്കും. ബാക്കി 11ഉം -5ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. സോ 11 - 5. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ഇതിൽ ഓപ്ഷനിൽ ഏതാണ് നമ്മുടെ ആൻസർ വരുന്നത്? 7 11 -5 2. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി അല്ല, ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അല്ലേ, എത്ര സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഫൈനൽ ക്വസ്റ്റ്യൻ വരുന്നത് ദ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ് എ. അതായത് ഒരു മെട്രിക്സ് എ എന്നുള്ള ഇൻവേഴ്സ് ആണ് അവിടെ കാണാൻ പറഞ്ഞിരുന്നത്. ആ ഇൻവേഴ്സ് മെട്രിക്സിന്റെ നമ്പർ വരുന്നത് 2/2 മെട്രിക്സ് ആണ്. 2, 5, 1, 3 എന്നുള്ള ഒരു എ എന്നുള്ള ഇൻവേഴ്സ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് ഇവിടെ നമുക്കിവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത്. സോ കുറച്ച് ഓപ്ഷൻസ് തന്നിരിക്കുന്നുണ്ട്. ഏതാണെന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ ഇൻവേഴ്സ് കാണുന്ന ഇക്വേഷൻ എന്താണ്? എ ഇൻവേഴ്സ് എന്നുള്ളത് 1/det of a ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഇൻവേഴ്സ് കാണാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫോർമുലയാണ്, സിമ്പിൾ ഫോർമുലയാണ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇവിടെ അഡ്ജോയിന്റ് എ കാണാം. അഡ്ജോയിന്റ് നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ആ ഒരു ഡയഗണൽ ഇന്റർചേഞ്ച് ചെയ്യുക, എന്നിട്ട് അവിടുത്തെ സൈന് മാറ്റി കൊടുക്കുക. സോ 3 2 -1 -5 3 2 -5 -1 ആണ് അഡ്ജോയിന്റ് വരുന്നത്. നമുക്ക് ഡിറ്റർമിന്റ് കാണാം. ഡിറ്റർമിന്റ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് 2/2 മെട്രിക്സിൽ കാണാൻ പറ്റും. ഡിറ്റർമിന്റ് വരുന്നത് നമുക്ക് ഡയഗണലിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് മൈനസ് ചെയ്യുക. 2ഉം 3 മൾട്ടിപ്ലൈ ചെയ്യുക, -5 × 1 ദാറ്റ് ഈക്വൽ ടു ഡിറ്റർമിന്റ് വരുന്നത് 1 ആണ്. അതായത് 6 - 5 = 1 വന്നു. സോ എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/ഡിറ്റർമിന്റ് 1/1 വന്നു. അതുപോലെ അഡ്ജോയിന്റ് വരുന്നത് 3 - 5 -1 2 വന്നു. ആൻസർ എന്താ വരുന്നത്? ആൻസർ ഈ സിംപ്ലി 3 - 5 -1 2. അതേതാ വരുന്നത്? 3 - 5 -1 2. ഇത് ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാത്സിൽ നമുക്ക് മാക്സിമം സ്കോർ ചെയ്തുകൂടെ? സോ ഇതുപോലത്തെ
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇനി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. ഓക്കെ, നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം.